അധിക്ഷേപ പരാമർശവുമായി ഗതാഗത മന്ത്രി സി.പി. ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. ആരാ ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അത് വാങ്ങാൻ വേണ്ടി വന്ന. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ആശുപത്രിയിലേക്കാ പോണേ, ഫ്രീ കിടന്നൂടെ? അവിടെ ആവുമ്പോ എല്ലാ സൗകര്യവും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. പേരിൽ വിവേകമുണ്ട്, പക്ഷെ മാഷ്ക്ക് അതില്ല. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിന്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ്. നിന്റെ ടൈം കഴിഞ്ഞു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു മന്ത്രി എങ്ങനെയാണ് സംസാരിക്കുന്നത്? അതിശയകരമാണ്. ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടാലും സാധാരണ നിലയിൽ ഒരു നാക്കുപിഴവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു പ്രതികരണത്തിനപ്പുറത്തേക്ക് വളരെ ഗൗരവതരമായ പ്രതികരണമാണ്, അധിക്ഷേപമാണ് മന്ത്രി സി.പി. ജോണിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇങ്ങനെ സാധിച്ചെടുത്തടാ. സാധാരണ നിലയിൽ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതല്ല. അത്രത്തോളം മോശമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. മക്കളെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വകാര്യ സ്കൂളുകളിൽ വരുന്നു. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അസുഖം വന്നാൽ ആശുപത്രി വരാന്തയിലേക്ക്, സർക്കാർ ആശുപത്രിയുടെ വരാന്തയിലേക്ക് വരുന്നു. സൗജന്യം എന്ന് കേട്ടാൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. ഇതിൽ പരം അധിക്ഷേപം സാധാരണ നിലയിൽ ഉണ്ടാകേണ്ടതില്ല. ഇങ്ങനൊരു അധിക്ഷേപം എങ്ങനെ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഞാനത് ചോദിക്കരുതായിരുന്നു. പ്രിയദർശി എന്നത് മന്ത്രിയുടെ ഔദാര്യമല്ലല്ലോ. വളരെ ഗുരുതരമായ ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. ഫീസ് അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല എന്നുള്ള പരാമർശങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റി. സർക്കാർ നൽകുന്ന സൗജന്യം ഒരു ഔദാര്യം പോലെയാണ് മന്ത്രി പറയുന്നത്. അതിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ, പ്രധാനമായും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ?